യെസ്, അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണമാണ്. ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് മുഴുവൻ സമയവും ഒരുപക്ഷെ കേരളം ചർച്ചയാക്കിയതും, അല്ലേ? അതെ, 11 വർഷം മുൻപ് നടന്ന സംഭവമാണ് അവർ വ്യക്തമാക്കിയത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോഴാണ് മോശം പെരുമാറ്റമുണ്ടായതെന്നാണ് നടി 24നോട് തുറന്നു പറഞ്ഞത്. ദുരനുഭവം നടി തന്നോട് പങ്കുവച്ചിരുന്നുവെന്ന് സംവിധായകൻ ജോഷി ജോസഫും പറഞ്ഞു. This should have been done much before because from the history of film, we know that people, mostly women, are exploited by and large. See the Me Too movement which had started, Harvey Weinstein. സിനിമാ ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. ബംഗാളി സിനിമയിലെ ചിലർക്കെതിരെ നടത്തിയ അഭിപ്രായ പ്രകടനം മൂലം താനും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷനെത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന ദുരനുഭവവും അവർ പങ്കുവച്ചു. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10-11 years back or more. Ranjit, if I'm not mistaken. വ്യക്തിപരമായ ചില പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിൽ നിന്ന് ക്ഷണം വരുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാനാണ് കൊൽക്കത്തയിൽ നിന്ന് കൊച്ചിയിലെത്തിയത്. ദുരനുഭവം ഒരിക്കലും മറക്കില്ലെന്നും ഒരു രാത്രി മുഴുവൻ ഭയന്നാണ് ഹോട്ടലിൽ കഴിഞ്ഞതെന്നും അവർ പറഞ്ഞു. So I went inside with him. His bedroom was dark and we went into the balcony and he was playing with my bangles. So initially I thought maybe he wants to see my bangles. No, I'm thinking otherwise. No. When he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, touching the nape. ശ്രീലേഖ മിത്രയുടെ ആരോപണം സത്യമാണെന്ന് സംവിധായകൻ ജോഷി ജോസഫ് 24നോട്. അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും വാക്കൗട്ട് നടത്തുകയാണ്. അപ്പം അതാണ് ഉണ്ടായത്. മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ നടിക്ക് ഒരു സംവിധായകന്റെ പെരുമാറ്റം സമ്മാനിച്ച അരക്ഷിതാവസ്ഥയുടെ നേർക്കാഴ്ചയാണ് അവർ നേരിട്ട് വിവരിച്ചത്. ന്യൂസ് ഡെസ്ക് 24. നടിയുടെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഞങ്ങൾ സംവിധായകൻ രഞ്ജിത്തിനോട് സംസാരിച്ചിരുന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം സംവിധായകൻ രഞ്ജിത്ത് തള്ളുകയാണ് ഉണ്ടായത്. കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിൽ വെച്ച് അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണനും 2 അസിസ്റ്റന്റ്സും ഒപ്പമാണ് നടിയെ കണ്ടത്. സിനിമയിൽ റോൾ ഇല്ലെന്ന് നടിയെ അറിയിച്ചപ്പോൾ ദേഷ്യത്തോടെയാണ് ശങ്കർ രാമകൃഷ്ണനോട് അവർ സംസാരിച്ചത്. അവർ എവിടെ പരാതിപ്പെട്ടാലും എന്റെ ഭാഗവും കേൾക്കുമല്ലോ, എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ പറയുമെന്നാണ് രഞ്ജിത്ത് 24നോട് പറഞ്ഞത്. എറണാകുളത്തെ DD നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത്. അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണനുണ്ട്, എൻ്റെ മറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസിസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇവരുടെ ശരീരം, ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ റൂമിൻ്റെ ബാൽക്കണി, എൻ്റെ റൂമിൻ്റെ അല്ല, അവിടെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. ഇവർ വരികയും ഇവരെന്നോടൊരു സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചു. അപ്പം ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്, ഇവരെ ഏത് ക്യാരക്ടർ. അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു, അവരും പുറകെ വന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം കൊണ്ട് സംസാരിച്ചിട്ട് ഇവർ പോയി കഴിഞ്ഞ് അന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ശങ്കർ നമുക്കത് പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ല എന്നുള്ള തീരുമാനം ഞാൻ ശങ്കറിനെ അറിയിക്കുകയും ശങ്കർ ഇവരെ പിറ്റേന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. അത് നമ്മളെ ഒരു ആക്ടർ ആവട്ടെ, അത് ഫീമെയിലോ മെയിലോ ആയാലും നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാവില്ല എൻ്റെ ക്യാരക്ടറിന് എന്ന് പറയുന്ന രീതി എനിക്കില്ല, ഞങ്ങളിൽ പലർക്കും ഇല്ല. അറിയിക്കാം, ശരി, അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു അവർക്കതൊരു ഹോപ്പ് കിട്ടിക്കാണും. എനിക്ക് വേണമെങ്കിൽ അത്രയധികമൊന്നും ഈ മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, ഇത്ര ദിവസത്തെ സ്കെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് ആയിരിക്കാം ഇവർ ശങ്കറിനടുത്ത് സംസാരിച്ചത് വളരെ കോപം കൊണ്ടാണ്. പിന്നെ എന്തിനാണ് നിങ്ങളെന്നെ വിളിച്ചു വരുത്തിയത്, നിങ്ങളെന്താ എൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? അപ്പം ശങ്കർ അവരുടെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു, മാഡം നിങ്ങൾ അഭിനയിച്ച ബംഗാളി സിനിമകൾ കണ്ടിട്ടല്ല, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ജോഷിയിൽ നിന്നൊരു നിങ്ങളുടെ ഫോട്ടോ കിട്ടിയെന്ന് നിങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിച്ചു.
അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷേ ഈ 2 ക്യാരക്ടേഴ്സിനെ പറ്റില്ല സംവിധായകൻ പറയുമ്പോൾ പിന്നെ എന്താണ് എന്നെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചാൽ നേരിട്ട് നിങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടല്ലേ ഒരു നറേഷൻ അങ്ങനെയൊക്കെയല്ലേ നടക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവർ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഇത് അന്ന് അവസാനിച്ചതാണ്. ഇതിനിടയിലൂടെ ഞാൻ ഈ പറയുന്ന സമയത്ത് അവരുടെ വളകളിൽ തൊട്ടു എന്നൊക്കെ പറയും, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, മുടിയിൽ തലോടി എന്നൊക്കെ. ആ ഭാഗം മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ആരുടെ ബുദ്ധിയോ കുബുദ്ധിയോ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ച് പോകാനും പോകുന്നില്ല. പിന്നെ ഇത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക്, ഞാൻ മാത്രമല്ല അവിടെ ശങ്കർ താമസിക്കുന്നുണ്ട്, വേറെ എൻ്റെ അസിസ്റ്റൻസ് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങാറുണ്ട്. അതിൻ്റെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിച്ച് പിരിഞ്ഞതാണത്. ഓട്ടെ, ആർക്കാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗൂഢോദ്ദേശം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ പിന്നിൽ പോകുന്നില്ല. നോക്കട്ടെ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ അവർ അതുമായി എത്ര ദൂരം മുന്നോട്ട് പോകുമെന്ന് നോക്കാം. അത് അവിടെ എന്നെയും കേൾക്കാനൊരു അവസരം ഉണ്ടാവുമല്ലോ. അവർ എവിടെ പരാതിപ്പെട്ടാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. യെസ്, എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ. മാത്രമല്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരാളുമാണ്. അതുകൊണ്ട് അത് രാഷ്ട്രീയമായി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടത്. ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. യെസ്, മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരോപണങ്ങൾ അറിയില്ല എന്നും കുറ്റകൃത്യങ്ങളിൽ നടപടി എടുക്കേണ്ട സർക്കാരാണെന്നും പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന് താരസംഘടന, അതായത് അഭിനേതാക്കളുടെ സംഘടന അമ്മ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. നടിമാർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ഒറ്റപ്പെട്ട സംഭവം എന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വിശേഷിപ്പിച്ചത്. റിപ്പോർട്ട് പുറത്തുവന്ന 5 ദിവസത്തിന് ശേഷമാണ് അമ്മയുടെ പ്രതികരണമെന്നതും ശ്രദ്ധേയം. ഏറെ വിമർശനങ്ങൾക്കും സംഘടനയ്ക്കുള്ളിലെ സമ്മർദ്ദത്തിനും ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണത്തിന് താരസംഘടന തയ്യാറായത്. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കുറ്റകൃത്യമുണ്ടെങ്കിൽ സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തട്ടെയെന്നും ജനറൽ സെക്രട്ടറി. ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന നടിമാർക്കെതിരായ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവമെന്ന് വിശദീകരണം. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള വ്യക്തമായി പറയാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി, അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. റിപ്പോർട്ടിന്റെ പേരിൽ സംഘടനയെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്. ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷെ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഒരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പേരിൽ പുകമറ തീർക്കരുത്, അന്വേഷണം ആവശ്യപ്പെടാൻ ഭയമില്ലെന്നും സിദ്ദിഖ്. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കാൻ എന്ത് പാർട്ടി ചെയ്യാം. സിനിമയിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് എക്സിക്യൂട്ടീവ് അംഗം ജോമോൾ. ഇന്നേ വരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞു. മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെയാണ് സിദ്ദിഖ്, ജോമോൾ, അനന്യ, വിനു മോഹൻ, ജയൻ ചേർത്തല എന്നിവർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. 24 കൊച്ചി. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ അമ്മയുടെ ഈ സംഘടന നേതൃതലത്തിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രതികരണം കണ്ടു. അതേസമയം തന്നെ അമ്മയിൽ ഭിന്നത ഉണ്ട് എന്നുള്ള ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സിനിമാ മേഖലയിലെ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമാണെന്ന ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാട് തള്ളിയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റായ ജഗദീഷ്. ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നും ലൈംഗിക ചൂഷണത്തെ സാമാന്യവൽക്കരിക്കരുത് എന്നുമായിരുന്നു ജഗദീഷിന്റെ മറുപടി. കൊച്ചിയിൽ അമ്മയുടെ വാർത്താ സമ്മേളനം സിദ്ദിഖ് അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ വസതിയിൽ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടു. റിപ്പോർട്ടിലുള്ള അമ്മയുടെ പ്രതികരണം വൈകിയതിലെ ജനറൽ സെക്രട്ടറിയുടെ ന്യായീകരണത്തെ തള്ളിയാണ് ജഗദീഷ് തുടങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും
അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. സിദ്ദിഖ് നടത്തിയ ഓരോ വാദത്തിനും മറുപടി. സ്ത്രീകൾ അതിക്രമം നേരിടുന്നുവെന്ന റിപ്പോർട്ടിലെ മൊഴികൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ജഗദീഷ്. നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെ. റിപ്പോർട്ടിന്റെ പേരിൽ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും അടച്ചാക്ഷേപിക്കരുത് എന്നായിരുന്നു സിദ്ദിഖിന്റെ അഭ്യർത്ഥന. എന്നാൽ ആരോപണ വിധേയർ അഗ്നിശുദ്ധി വരുത്തട്ടെയെന്ന് ജഗദീഷ് തുറന്നടിച്ചു. കോൺക്ലേവിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെന്ന് പറഞ്ഞ് സിദ്ദിഖ് ഒഴിഞ്ഞുമാറിയപ്പോൾ ഇരകളെയും വേട്ടക്കാരെയും ഒപ്പം ഇരുത്തരുത് എന്നും WCCയുടെ ആവശ്യം പരിഗണിക്കുമെന്നും ജഗദീഷ്. കോൺക്ലേവിന്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCCക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ. എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ, എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ, ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. വിയോജിപ്പുകളാണ് തുറന്നു പ്രകടിപ്പിച്ചതെങ്കിലും ജനറൽ സെക്രട്ടറിയുമായി ഭിന്നതയില്ലെന്ന് പറഞ്ഞാണ് ജഗദീഷ് അവസാനിപ്പിച്ചത്. പിന്നാലെ സിദ്ദിഖ് വീണ്ടും മാധ്യമങ്ങളോട് താൻ പറഞ്ഞതിനെതിരായി ജഗദീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ടാകില്ലെന്ന് മറുപടി. 24 കൊച്ചി, തിരുവനന്തപുരം. എന്തായാലും ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് നടന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം ഈ രീതിയിൽ നേരത്തെ തയ്യാറാക്കി വന്ന ഒരു തിരക്കഥ പോലെയാണ് ഉത്തരങ്ങളെല്ലാം ഉണ്ടായത്. അതിൽ അനുബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ വളരെ തന്ത്രപരമായി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 40 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് എന്ന് സിദ്ദിഖ് പറയുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനത്തായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറി മാറി പോകണം. പക്ഷെ അപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ ഒരു ശക്തമായ ഒരു ടീം ഉണ്ട് എന്ന രീതിയിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ മറുഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല പ്രജന, ഇപ്പോൾ ഇത്രയധികം താരങ്ങൾ പ്രതികരിച്ചു, ഇത്രയധികം സിനിമാ താരങ്ങൾ പ്രതികരിച്ചു. അതിൽ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഒരു ഉത്തരം എനിക്ക് തോന്നിയത് ജഗദീഷിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കാര്യപ്രസക്തമായിട്ടുള്ള പ്രസക്തമായ കാര്യങ്ങളാണ്. എല്ലാത്തിനും അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു വിരോധാഭാസം എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ചേർന്നിട്ടാണല്ലോ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പറയേണ്ടത്. വൈസ് പ്രസിഡന്റാണ് ഒരു കാര്യം പറയുന്നത്, എന്നാൽ മറ്റു കാര്യമാണ്, നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൽ ഭിന്നത ഉണ്ട് എന്ന കാര്യം അത് വ്യക്തമായതും ആ രീതിയിൽ തന്നെ അത് റിപ്പോർട്ടായി വരുന്നതും. എന്തായാലും ഇത് ഈ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത അന്ന് മുതൽ സർക്കാരിൻ്റെ നിലപാടാണ് എപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി നിന്നത്. എന്തുകൊണ്ട് ഇത് പൊതുമണ്ഡലത്തിൽ വരേണ്ട റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുന്നു എന്ന ചോദ്യം സർക്കാർ നിരന്തരം പോകുന്നുണ്ട്. അതിന് പല രീതിയിലുള്ള മറുപടികൾ മുഖ്യമന്ത്രി അടക്കം നിരത്തി. ഹേമ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു, ഒരു കത്ത് നൽകിയിരുന്നു, അതുകൊണ്ടാണ് അത് പുറത്തുവിടാതിരുന്നതൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം, നേരത്തെ പറഞ്ഞതിലും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്നും മാറ്റിവെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത് എന്നതാണ്. അതായത് ഏതാണ്ട് 21 ഖണ്ഡികൾ ഒഴിവാക്കാൻ പറഞ്ഞിടത്ത് ഏതാണ്ട് 129 ഖണ്ഡികൾ ഈ സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഖണ്ഡിക അബദ്ധത്തിൽ പുറത്തു വന്നത് സർക്കാരിനെ വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. 299 പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 66 പേജുകൾ ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. 21 ഖണ്ഡികകൾ ഒഴിവാക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അറിയിച്ചതിനേക്കാൾ 100-ലധികം ഖണ്ഡികകളാണ് അധികമായി ഒഴിവാക്കിയത്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശത്തെ മറികടന്നാണ് സർക്കാരിന്റെ ഈ നടപടി. അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. പുറത്തുവന്ന റിപ്പോർട്ടിലുള്ളതിനേക്കാൾ ഗുരുതരമായ ഭാഗങ്ങൾ ഒഴിവാക്കിയ ഖണ്ഡികകളിൽ ഉണ്ടെന്നും വിമർശനമുണ്ട്. എന്നാൽ സ്വകാര്യതയെ മാനിച്ചാണ് വരികൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം. നിയമപരമായി അല്ലാതെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും സർക്കാർ പറയുന്നു. ഇതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഒരു ഖണ്ഡിക പുറത്തായത് സർക്കാരിനെ വെട്ടിലാക്കി. 96-ാം ഖണ്ഡികയാണ് പുറത്തായത്. സിനിമയിലെ അതിപ്രശസ്തരുടെ ലൈംഗിക ചൂഷണം എന്ന മൊഴി അവിശ്വസിക്കാൻ കഴിയില്ലെന്ന ഹേമ കമ്മിറ്റിയുടെ വിലയിരുത്തലാണ് പുറത്തായത്. 24 തിരുവനന്തപുരം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം പാടിയ പാട്ട് അതൊരു പഴയ പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് പാടിയതിൽ ഒരുപാട് പ്രേക്ഷകർക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ ആ പാട്ടിനെ പറ്റി പറയുന്നുണ്ട്. നിത്യഹരിത ഗാനങ്ങളാണല്ലോ, അത് അത്തരം ഗാനങ്ങൾ എപ്പോൾ കിട്ടാലും നമുക്ക് ഓക്കെയാണ്. പിന്നെ ഒരുപാട് പേര് പറയുന്നത് ആവർത്തന വിരസതയാണ്. ഇതെല്ലാം നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അത് എല്ലാ ബുള്ളറ്റുകളിലും ഒരു സ്വഭാവമാണല്ലോ. അതാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുക, അതിന് പിന്നാലെ മറ്റു വാർത്തകളുണ്ടാവും. പ്രത്യേകിച്ച് ഗുഡ് നൈറ്റ് ഷോയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വിശദമായി അവതരിപ്പിക്കും. അതിന് കഴിഞ്ഞ ശേഷമായിരിക്കും മറ്റ് എന്താണ് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെഗ്മെന്റുകളും പാട്ടുകളും ഒക്കെ ഉണ്ടാവുക. അങ്ങനെ ഒരു മിക്സപ്പ് ആണല്ലോ നമ്മുടെ ഷോ എന്ന് പറയുന്നത്.
അതെ, ഇവിടെ ഒരു പ്രേക്ഷക റീന സതീശൻ പറയുന്നുണ്ട്, റീനയുടെ കമന്റ്. മിനി ബാബു ചോദിക്കുന്നുണ്ട് ഒരു പാട്ട്, ആ പാട്ടൊന്ന് പാടും, മനസ്സ് എന്ന് പറയുന്ന ആ പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സ് ഒരു മാന്ത്രിക കൂട്, മായകൾ തൻ കളിവീട് എന്നാണ് ആ പാട്ട്. അത് രാജസി ഗോപി പറയുന്നു, ഒരു ന്യൂ വ്യൂവറിനെ കൂടി കിട്ടിയിട്ടോ, ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ആ പാട്ട് ചന്ദ്രികയിൽ പാടിയത്. അപ്പോൾ അച്ഛൻ പറയാ, ഒരു വെടിക്ക് 3 പക്ഷി, ന്യൂസും കാണാം, പാട്ടും കേൾക്കാം, കമന്റും വായിച്ച് എന്റർടൈൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ പരിപാടിയെ പറ്റിയിട്ട്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ കമന്റ്സിലേക്കൊക്കെ വളരെ വേഗം വരാം. അപ്പോൾ എന്നും പറയുന്ന ആ ഒരു കാര്യം വീണ്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്ന പോലെ പ്രേക്ഷകർക്കും 24-ന്റെ സ്ക്രീനിന്റെ ഭാഗമാകാം, തത്സമയം നമ്മളോട് സംസാരിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ QR കോഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. അതിലൊരു ലിങ്ക് വരും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ നമ്മുടെ സൂം കോളിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നല്ല വെളിച്ചമുള്ള റേഞ്ച് ഉള്ള ഇടത്തിരുന്ന് TV മ്യൂട്ട് ചെയ്തിട്ട് വേണം വിളിക്കാൻ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ കൂടി നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളോടൊക്കെ ഈ ചാനലിൽ കൂടെ 24-ൽ കൂടെ അറിയിക്കാം. ഒപ്പം നമ്മളോട് നിങ്ങൾക്ക് 24-മായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാട്ടോ. അപ്പോൾ കാണാം, ഇടവേള കഴിഞ്ഞു. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്. അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. നിങ്ങളുടെ കമന്റുകൾ കാണുന്നുണ്ട്, ആ കമന്റുകളിലേക്കൊക്കെ വരാം ഈ റിപ്പോർട്ടിന് ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളിൽ സർക്കാരിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെ ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കി 24 ലൈവത്തോൺ. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ ലൈവത്തോണിൽ നിലപാട് തുറന്നു പറഞ്ഞു. അവസരം നിഷേധിച്ചപ്പോൾ പവർ ഗ്രൂപ്പിന്റെ പവർ അറിഞ്ഞിട്ടുണ്ടെന്ന് നടൻ ജോയ് മാത്യു പറഞ്ഞു. റിപ്പോർട്ടിൽ സർക്കാർ നടപടി എടുക്കാത്തതിനെ ഇടത് സഹയാത്രികനായ ആഷിഖ് അബു ഉൾപ്പെടെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. പരാതി പറയാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. റിപ്പോർട്ടിൽ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ ഷമ്മി തിലകൻ ഇരകൾ തെരുവിലിറങ്ങട്ടെ എന്നാണ് സർക്കാർ നിലപാടെന്നും കുറ്റപ്പെടുത്തി. മൊഴി കൊടുത്തവർക്ക് നീതി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സർക്കാരിന്റെ ഒക്കെ ചില പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഹോപ്പ്ലെസ്. ഇരകൾ നേരിട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നടക്കും. റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും സ്ത്രീക്കാണ് കുറ്റമെന്ന് ദീദി ദാമോദരൻ പ്രതികരിച്ചു. ഇരകൾ പരാതി നൽകണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പലരും വിഷമത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നിന്നിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇത്ര ലാഘവത്തോടെ ഒരാൾ സംസാരിക്കുമ്പം അതിൽ ഒളിച്ചു വെച്ച ഒരു പരിഹാസവും ആ പരിഹാസത്തിന്റെ ക്രൂരതയാണ് അതാണ് എനിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന തരത്തിൽ വീഡിയോ അപ്ലോഡായതിന് പിന്നാലെ നടൻ ജി കൃഷ്ണകുമാർ വിശദീകരണവുമായി രംഗത്തെത്തി. റിപ്പോർട്ടിനെ കുറിച്ചല്ല താൻ പറഞ്ഞത്, റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകണം. റിപ്പോർട്ട് മോശം എന്നല്ല പറഞ്ഞു, റിപ്പോർട്ടിൽ എല്ലാം ഉണ്ട്. പക്ഷെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് എടുത്തിരിക്കുന്ന ശ്രീമതി ഹേമ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ ചിലടത്ത് ഒഴിവാക്കിയിരുന്നു. പക്ഷെ അവർ പറയാത്തത് പോലെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ആരെയോ സംരക്ഷിക്കാൻ എവിടെയൊന്നും നടക്കുന്നുണ്ട്. ഇതിനൊരു ഇച്ഛാശക്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം. സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ആലോചിക്കുമ്പോൾ മുഖം നോക്കാതെയുള്ള നടപടി വേണമെന്ന ആവശ്യം സിനിമാ മേഖലയിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് 24. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വന്ന ഒരുപാട് പ്രതികരണങ്ങൾ. അപ്പോൾ ഒരുപാട് മറ്റു വാർത്തകളുണ്ട്. ഇന്ന് ഒരു പക്ഷേ നമ്മൾക്ക് ചെറിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു വാർത്ത അത് കണ്ണൂരിൽ നിന്ന് വന്നതാണ്. കണ്ണൂരിൽ നിപ്പ സംശയം എന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പഴക്കടയിലെ തൊഴിലാളികൾ ആണ് ഇരുവരും. സജോ ദേവസ്യ ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, വീണ്ടും ഒരു നിപ്പ ആശങ്ക അത് സംസ്ഥാനത്ത് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2 ജില്ലകൾക്ക് നേരത്തെ എന്താണ് പറയുക, കോഴിക്കോടും മലപ്പുറത്തൊക്കെ നമ്മൾ നിപ്പ ബാധ ഉണ്ടായതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ കണ്ണൂരിൽ ഒരു സംശയമുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? അതിൽ ഈ പറയുന്നത് പോലെ ടെസ്റ്റ് എപ്പോഴായിരിക്കും റിസൾട്ട് ലഭിക്കുക? പ്രജിൻ, നാളെയോടുകൂടി ഇക്കാര്യത്തിൽ റിസൾട്ട് ലഭ്യമാകും. അതായത് സ്രവ സാമ്പിൾ പരിശോധനാ ഫലം ലഭ്യമാകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കണ്ണൂർ മട്ടന്നൂർ മാലോം സ്വദേശികളാണ്, പിതാവും മകനുമാണ്. അവർ ഒരു പഴക്കടയിലെ തൊഴിലാളികളാണ്. കഴിഞ്ഞ ദിവസമാണ് അവർ കടുത്ത പനിയും ഛർദിയും ഇതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മട്ടന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നാലെ തന്നെ ഈ രോഗലക്ഷണങ്ങൾ ബോധ്യപ്പെട്ടതോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ഐസൊലേഷൻ വാർഡിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ തന്നെ സ്രവ സാമ്പിളുകൾ വളരെ വേഗത്തിൽ തന്നെ എടുക്കുകയും പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യ വിഭാഗവും അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമാകണമെങ്കിൽ സാമ്പിൾ പരിശോധനാ ഫലം ലഭ്യമാകണം. വേണ്ടത്ര മുൻകരുതൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഒപ്പം
ഈ മേഖല തിരിച്ചുള്ള കോണ്ടാക്ട് അടക്കമുള്ള മേഖലകൾ, പഴക്കടയിലെ തൊഴിലാളികളാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലും കൂടുതൽ ഇടപെടലുകൾ ആവശ്യമുണ്ട്. അത് പക്ഷേ ഈ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകണം, അതിനുശേഷം മാത്രമായിരിക്കും. ഇപ്പോൾ ഉള്ളത് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. നേരത്തെ കോഴിക്കോടും അതിന് പിന്നാലെ മലപ്പുറത്തുമൊക്കെ രോഗബാധ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ച് ഇതാദ്യമായാണ് നിപ്പ ബാധ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് നാളെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതിനുശേഷമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇരുവരുടെയും അതായത് ഈ ചികിത്സയിൽ കഴിയുന്ന ഇരുവരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഏതെങ്കിലും നിലയ്ക്ക് ആശങ്കയുടെ അടിസ്ഥാനമില്ല. അതേസമയം നിപ്പ ബാധ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. തുടർന്നുള്ള അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നാൽ മറ്റ് തുടർ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ കാര്യത്തിൽ ഈ പരിശോധനാ ഫലം കാക്കുന്നു. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രണ്ടുപേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. നിപ്പ സ്ഥിരീകരണം അത് ഈ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സ്റ്റേബിളാണ് ആരോഗ്യസ്ഥിതി എന്നത് നമുക്ക് ആശ്വാസമാകുന്നുണ്ട്. JNU സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. JNUവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്. 24 റിപ്പോർട്ടർ ആർ അച്യുതൻ, ക്യാമറമാൻ മോഹൻകുമാർ അടക്കം നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു. JNUവിലെ പ്രത്യേക പ്രവേശന പരീക്ഷ പുനഃസ്ഥാപിക്കണം, സ്കോളർഷിപ്പ് തുക ഉയർത്തണമെന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു JNU വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് JNUവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തത്. പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് മറ്റൊരു ഗേറ്റിലേക്ക് നീങ്ങുകയായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കയ്യേറ്റത്തിൽ 24 റിപ്പോർട്ടർ ആർ അച്യുതൻ, ക്യാമറമാൻ മോഹൻകുമാർ അടക്കം നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തെ MP-മാരായ A. റഹീം, ജോൺ ബ്രിട്ടാസ്, P. സന്തോഷ് കുമാർ എന്നിവർ അപലപിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകവും പ്രതിഷേധമറിയിച്ചു. 24 ഡൽഹി. അപ്പോൾ നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോകണം. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ, പ്രത്യേകിച്ചും മേപ്പാടി മേഖലയിൽ മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അവിടുത്തെ പുനരധിവാസത്തിനായുള്ള കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട മെമ്മോറാണ്ടത്തിന്റെ ആദ്യ ഭാഗം സമർപ്പിച്ചു എന്നാണ് ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പുനരധിവാസത്തിന് കൂടുതൽ പണം ആവശ്യമെന്ന് ചീഫ് സെക്രട്ടറി V. വേണു പറഞ്ഞു. ദുരന്തബാധിതരോട് അനുകമ്പ കാണിക്കണമെന്നാണ് ബാങ്കുകൾക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദുരന്തബാധിതരോട് അനുകമ്പ കാണിക്കണമെന്നാണ് ബാങ്കുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. സർക്കാർ സഹായത്തിൽ നിന്നും EMI, വായ്പാ കുടിശ്ശിക എന്നിവ പിടിക്കരുത്. മൗലികമായ കടമ മറക്കരുതെന്നും നിർദ്ദേശിച്ചു. കേരളം ഏറെ പ്രതീക്ഷിക്കുന്ന കേന്ദ്ര സഹായം, ഇതിനായുള്ള മെമ്മോറാണ്ടത്തിന്റെ ആദ്യ ഭാഗം സമർപ്പിച്ചു കഴിഞ്ഞു. നഷ്ടങ്ങളുടെ കൃത്യമായ കണക്കാണ് ഈ ഭാഗത്തുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ നാശനഷ്ടങ്ങളുടെ കണക്കാണ് ആദ്യ ഭാഗത്ത്. 1200 കോടിയുടെ നഷ്ടമുണ്ടായി. 236 വീടുകൾ പൂർണ്ണമായും 346 വീടുകൾ ഭാഗികമായും തകർന്നു. നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ആ പാലത്തിന്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങണം. ഉപജീവനത്തിന്റെ കാര്യത്തിൽ ഇതുമായിട്ട് തന്നെ കണക്ഷനൊന്നും ഇല്ലാതെ തന്നെ ഉടൻ തന്നെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇന്ന് നടന്ന പുനരധിവാസ കൂടിയാലോചനാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. താൽക്കാലിക പുനരധിവാസത്തിലെ പ്രശ്നങ്ങളും നേരിടുന്ന പ്രതിസന്ധികളും ദുരന്തബാധിതർ യോഗത്തിൽ ഉന്നയിച്ചു. മേപ്പാടിയിൽ നടന്ന പ്രത്യേക തൊഴിൽ മേളയിൽ 67 അപേക്ഷകൾ ലഭിച്ചു. 5 പേർക്ക് ഇന്ന് തന്നെ ജോലി നൽകി. 794 കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും പൂർണ്ണമായും തൊഴിലുണ്ടാക്കാവുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകും. ദുരന്തബാധിതർക്കുള്ള മുസ്ലിം ലീഗിന്റെ സഹായ വിതരണവും ഇന്ന് നടന്നു. ടീം 24 വയനാട്. നമുക്ക് നേരെ യുക്രൈനിലേക്ക് പോയാലോ. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു. മോദിക്ക് ഊഷ്മള സ്വീകരണമാണ് യുക്രൈനിൽ ലഭിച്ചത്. പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്കൊപ്പം മോദി കീവിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി സന്ദർശിച്ചു. സന്ദർശനത്തിൽ സെലൻസ്കിയെ ചേർത്തു പിടിക്കുന്ന മോദിയെ നമ്മൾ കണ്ടു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും വിവരങ്ങളും അടയാളപ്പെടുത്തിയിരുന്ന പ്രദർശനമാണ് മോദി സന്ദർശിച്ചത്. പിഞ്ചുകുഞ്ഞുങ്ങളെ സംബന്ധിച്ച് യുദ്ധം വിനാശകരമാണെന്ന് സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെക്കുറിച്ചാണ്
തന്റെ ചിന്തയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മ്യൂസിയം സന്ദർശനത്തിൽ വികാരാധീനനായ സെലൻസ്കിയെ മോദി ചേർത്തുപിടിച്ചു. കീവിലെ മഹാത്മാഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി മ്യൂസിയം സന്ദർശിക്കാനെത്തിയത്. സംഘർഷ സാഹചര്യത്തിന് അയവ് വരുത്താൻ മഹാത്മാഗാന്ധിയുടെ ആശയത്തിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്ന് മോദി പറഞ്ഞു. ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് കീവിൽ തുടക്കമായി. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയേക്കുമെന്നാണ് സൂചന. 7 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിൽ മറ്റ് നിർണായക വിഷയങ്ങളും ചർച്ചയാകും. 1991 സ്വതന്ത്ര രാഷ്ട്രമായതിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. റഷ്യൻ സന്ദർശനം നടത്തി ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം. പോളണ്ടിൽ നിന്ന് റെയിൽ ഫോഴ്സ് 1 ട്രെയിനിൽ 10 മണിക്കൂർ യാത്ര ചെയ്താണ് മോദി യുക്രൈനിലെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുന്നത് എന്നതും ഇനിയിപ്പോൾ ഇന്ത്യ ആയിരിക്കുമോ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു നിർണായകമായ ഇടപെടൽ നടത്തുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം റഷ്യ സന്ദർശനം നടത്തിയ ശേഷം യുക്രൈനിൽ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി. അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കിടയിൽ ഒരു പാലമായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ടൊക്കെ നരേന്ദ്രമോദി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് വരുന്നുണ്ട്. അതിൽ ഒരു കമൻറ്റ് പറയുന്നത് പ്രവിത ഇല്യൂമിനാറ്റി സോങ് ഒന്ന് പാടുമോ എന്ന് ധന്യ പലതവണയായിട്ട് ചോദിക്കുന്നുണ്ട്. പ്രജൻ ആ പാട്ട് പാടാറിയോ? ആവേശത്തിലെ ആ പാട്ട് അത് പഠിക്കണം. ആ പാട്ട് അത്ര നന്നായിട്ട് അറിയില്ല. അതോടൊപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ മിനി ബാബു പറയുന്നുണ്ട്. പ്രവിതയ്ക്ക് വേണ്ടി വാമോ വാവേന്ന് ആ ഒരു പാട്ട് പാടാൻ എന്തായിരിക്കും കാരണമുണ്ട്. അതൊക്കെ വേണ്ട, പ്രേക്ഷകർ അറിയണ്ടേ. തൽക്കാലം ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊക്കെ പാടാം. അല്ല, ആദ്യ കാരണം പറയൂ. കാരണമൊന്നുമില്ല. വാവേ വന്നും മകൾ സമ്മാനം ഇങ്ങു തരാൻ മേലേ തങ്കനിലാക്കിണ്ണം കുനുകുനി നിൻ ചെറുമറുകിൽ ചാത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ. ഈ പാട്ടാണ് എന്നാണ് എന്റെ വിശ്വാസം. പാട്ട് പാടിയപ്പോഴും കൃത്യമായിട്ട് പ്രവിതയുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കളൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മനസ്സിലായില്ലോ, പ്രവിത പറഞ്ഞുതരും. ഓക്കെ, അപ്പം ഇല്ല 24 ആലപ്പുഴ ജില്ലാ സമ്മേളനം എന്നാണ്? ചെങ്ങന്നൂർ നടത്തിയാൽ മതി എന്നൊക്കെ ക്വീൻ ഗേൾ പറയുന്നുണ്ട്. അപ്പൊ SK-നോട് നമുക്കത് പറയാട്ടോ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ? നമുക്കിനി കുറച്ച് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന വാർത്തകളിലേക്കൊക്കെ പോവാൻ തോന്നുന്നു. അതെ, ആരോഗ്യ സംരക്ഷണം, അതിനായിട്ട് എന്താണ് പ്രവിത ചെയ്യാറുള്ളത്? ഞാൻ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പ്രജൻ എന്താ ചെയ്യുന്നത്? ഞാനോ? ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദി ഡോക്ടർ അവേ എന്നാണല്ലോ ചൊല്ല്. ഞാൻ ആപ്പിൾ കഴിക്കാറുണ്ട്. നമുക്കൊന്ന് ഇടുക്കി കാന്തല്ലൂർ പോകണം. അവിടെ ആപ്പിളിന്റെ വിളവെടുപ്പ് കാലമാണിപ്പോൾ. മഞ്ഞ് കണമേറ്റ് ചുവന്നു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികൾ ഇപ്പോൾ അവിടത്തേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി. എന്നാൽ ഇറക്കുമതി ആപ്പിളിന്റെ രുചി ഇതിനില്ല. കാന്തല്ലൂരിലെ തണുത്ത കാലാവസ്ഥയും മണ്ണിന്റെ ഫലപുഷ്ടിയും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന് 15 വർഷം മുമ്പാണ് തിരിച്ചറിഞ്ഞത്. ഏതാനും റിസോർട്ടുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ഹിറ്റാവുകയായിരുന്നു. HRMN 19, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വിപണി ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് അവർക്ക് കൊടുക്കാൻ തികയില്ല. അത് തന്നെയല്ല, നമ്മൾ ഓർഗാനിക് ആയതുകൊണ്ട് സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ മേടിക്കുന്നുണ്ട്. അവർ ഹാപ്പി ആയിട്ട് മരത്തിൽ നിന്ന് പറിച്ച് കിട്ടുമ്പോൾ അവർ സന്തോഷമായിട്ട് അത് മേടിക്കുന്നുണ്ട്. ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി. 50ലധികം കർഷകർ 100 ഏക്കറോളം സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്നു. ഇതിൽ റിസോർട്ടുകളുമുണ്ട്. വിവിധ ഫാമുകളിൽ വിളഞ്ഞു പാകത്തിലായ ആപ്പിളുകൾ സഞ്ചാരികൾക്ക് കാണാം, ഫോട്ടോയും എടുക്കാം. എന്നാൽ രുചി അറിയണമെങ്കിൽ കർഷകൻ കനിയണം. ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്കുള്ളത്. കാരണം വെച്ചാൽ നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട്. ഇത് പ്യൂർലി ഓർഗാനിക്കാണെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റും മധുരവും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണെന്നാണ് പറഞ്ഞത്. കാന്തല്ലൂരിൽ ശരാശരി ഒരു മരത്തിൽ നിന്ന് 30 കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളിലുള്ള ആപ്പിളുകളാണ് ഇവിടെയുള്ളത്. 24 ഇടുക്കി.
യെസ്, അപ്പോൾ കാന്തല്ലൂരിലാണ് അല്ലേ വ്യാവസായിക കാന്തല്ലൂർ ഒരുപാട് ഇതുപോലത്തെ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ കാന്തല്ലൂർ വഴി പോകാൻ പറ്റുന്നവർ മഴയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആ വഴി പോയി ഈ കൃഷി സ്ഥലമൊക്കെ സന്ദർശിക്കണം. യെസ്, അപ്പോൾ ഒരു ചെറിയ ഇടവേള വേണം. അപ്പോൾ ഇടവേള പോകുന്നതിന് മുമ്പ് ഇന്ന് ചോദ്യം വേണ്ടേ? ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പാടിയ പാട്ട് അല്ലെ, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അത് ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടാണ്. 1968 പുറത്തിറങ്ങിയ പടമാണ്. അപ്പോൾ ആ പാട്ട് സീനിൽ ഷീലയും പ്രേംനസീറും ഉണ്ട്. അവർ ചേർന്ന് പാടുന്ന ഒരു പാട്ടായിട്ടാണ് അതിൽ വരുന്നത്. പക്ഷേ അതേ സിനിമയിൽ തന്നെ പ്രേംനസീർ ഒറ്റയ്ക്ക് പാടി അഭിനയിക്കുന്നുണ്ട് ഈ പാട്ട്, ഇതേ പാട്ട്. പക്ഷെ അത് സോളോ സോങ് ആണ്, ഒരാൾ മാത്രമാണ് പാടുന്നത്. ആ പാട്ട് പാടിയത് ആരാണ്? അതായത് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്ത് എന്ന പാട്ട് ഡുവേറ്റ് സോങ് ആയിട്ട് പാടുന്നത് യേശുദാസും പി ലീലയുമാണെങ്കിൽ അത് ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് ആ സിനിമയിൽ മറ്റൊരാൾ. ആരാണ് ആ ഗായകൻ? ഇതാണ് ചോദ്യം. പെട്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയുണ്ട് വിശേഷങ്ങൾ പറയാൻ അല്ലേ? അതെ, ഇപ്പം ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രജിൻ ഒരു ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. ഞങ്ങൾ ആദ്യം പാടിയ ചന്ദ്രികയിലെ അലിയുന്നു ചന്ദ്രകാന്തം, ആ പാട്ട് സോളോ പാടിയത് ആരാണ്? സിനിമയിൽ 2 തവണ ആ പാട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രേംനസീറിന് വേണ്ടി മാത്രമായി പാടിയത് ആരാണ് എന്നായിരുന്നു ചോദ്യം. ഒരുപാട് പ്രേക്ഷകർ ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ശരി ഉത്തരം അയച്ചത് തോമസ് ജോർജ് ആണ്. AM രാജയാണ് ആ ഗായകൻ. AM രാജയുടെ ശബ്ദത്തിലാണ് നമ്മൾ ആ പാട്ട് വേറൊരു രീതിയിൽ സോളോ ആയിട്ട് നമ്മൾ കേട്ടത്. രവീന്ദ്രൻ രസകരമായി റിപ്ലൈ ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ, വിനീത് അന്ന് ജനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വിനീത് ശ്രീനിവാസന്റെ പേര് വേണം. ബ്രഹ്മാനന്ദൻ ചോദിച്ചു, ജയേന്ദ്രൻ പറയുന്നു, ഇളയരാജ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ആൻസേഴ്സ് വന്നു. പക്ഷേ AM രാജയാണ് കറക്റ്റ് ആൻസർ. തോമസ് ജോർജ് മാത്രമേ ഒരുപാട് പേര് പറഞ്ഞു. ആദ്യം പറഞ്ഞ ആള് തോമസ് ജോർജ് ആണ്. ഒരുപാട് വിമല, സജീവ്, മിനി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഉത്തരം പറയുന്നുണ്ട്. ജയശങ്കർ, TS ലതീഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായി. ഒരുപാട് കമന്റുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനാണോ പാടിയെന്ന് ചോദിക്കുന്നുണ്ട്. സതീഷ് ചോദിക്കുന്നു, പ്രവിതയാണോ പാടിയതെന്ന്. നേരത്തെ പ്രവിത വേറൊരു പാട്ട് പാടിയില്ലേ, വാ വാവോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രേക്ഷകർക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായി എന്ന് ഇവർ പറയുന്നു. എന്തിനാണ് അത് പാടിയെന്ന്. പ്രവിതയെ കാണാൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നെ കാണാൻ പോരട്ടെ. അപ്പം ഡോക്ടർ ശ്രേഷ്ഠ അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ ശ്രേഷ്ഠയുടെ കമന്റ് നോക്കിയാൽ മനസ്സിലാവും. ഞാനായിട്ട് പറയുന്നില്ല, കമന്റ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. യെസ്, എന്തായാലും ക്യൂബിക്കിളുടെ ഒരുപാട് ഈ പറഞ്ഞ ടെലിഫിലിം ഫെസ്റ്റിവലിലും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നല്ല പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് പ്രേക്ഷകരെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. യെസ്, ആ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇടുക്കിയിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. ടൂറിസം മേഖലയിൽ അടയാളപ്പെടുത്താത്ത ധാരാളം സ്ഥലങ്ങൾ ഇടുക്കിയിലുണ്ട് എന്ന കാര്യം കൂടി പ്രേക്ഷകർ അറിയണം. അതെ, അങ്ങനെ ഒരു സ്ഥലമാണ് നെടുങ്കണ്ടത്തിന് അടുത്തുള്ള കുത്തുങ്കൽ. കുത്തുങ്കലിലെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നാൽപ്പതടി താഴ്ചയിലേക്ക് പതിക്കുന്ന ഇടുക്കിയിലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്ന്. വന്യസൗന്ദര്യം കൊണ്ട് ഇടുക്കിയുടെ അതിരപ്പള്ളി എന്നാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. ിൽ കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായി പന്നിയാർ പുഴയുടെ കുറുകെ അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് മാത്രമായി ചുരുങ്ങിയത്. വേനലിൽ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കുറയുമ്പോൾ നിരവധി സാഹസിക സഞ്ചാരികൾ ട്രക്കിങ്ങിനായി ഇവിടെ എത്തും. കുത്തുങ്കൽ കേന്ദ്രീകരിച്ച് സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിച്ചാൽ അത് ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രത്യേക ഇടം നേടുമെന്ന് ഉറപ്പാണ്. ജസ്റ്റിൻ ഹെലിക്യാം പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. യെസ്, അപ്പോൾ സമയം കിട്ടുമ്പോൾ കുത്തുങ്കലിലേക്ക് ഒരു യാത്രയാവാം നമുക്ക് അല്ലേ. ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു റിപ്പോർട്ട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പെട്ടെന്ന്. പുതിയ കാലത്തെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം പങ്കുവച്ച് അഹല്യ സാഹിത്യോത്സവം. 2 ദിവസം നീണ്ടുനിന്ന സാഹിത്യോത്സവത്തിൽ കലാസാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. എഴുത്തുകാർ നേരിട്ടെത്തുന്ന പുസ്തക പുനർവായന, യാത്രാനുഭവം, സംഗീതജ്ഞർ അതിഥികളാകുന്ന പാട്ടുവന്ന വഴി, അങ്ങനെ സമ്പന്നമായ 2 ദിനങ്ങൾ ആലിഫ് ലിറ്റററി ഫോറം കാണികൾക്ക് സമ്മാനിച്ചു. സിനിമയും നൃത്തവും സമന്വയിക്കുന്ന മേതിൽ ദേവികയുടെ സെക്ഷൻ ഏറെ പ്രശംസ പിടിച്ചുപറ്റുന്നതായി. നമ്മൾ സാധാരണ ഫിലിംസിലെ ഡാൻസ് ഉണ്ട്, ബട്ട് ഒരു ഡാൻസ് തന്നെ എങ്ങനെ നമ്മൾ ഫിൽമാക്കും എന്ന്. ബട്ട് അഹല്യ എന്ന് പറയുന്നത് അതൊരു ആക്ച്വലി ഒരു പെർഫോമൻസ് എക്സ്പീരിയൻസ് തന്നെയാണ്, ക്യാപ്ചേർഡ് ബൈ മധു അമ്പാട്ട്. ഇതാദ്യമായാണ് സാഹിത്യോത്സവത്തിന് ക്യാമ്പസ് വേദിയാകുന്നത്. നെക്സ്റ്റ് വരാൻ പോകുന്ന സ്ത്രൈണം എന്നുള്ള ബിഗ് കോഫി ടേബിൾ ബുക്കിൽ ഫോട്ടോസാണ് മെയിൻ, ഇമേജസ് ആയിരിക്കും.
അതാണ് നെക്സ്റ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് എ സക്സസ്. മഹാദേവൻ, ദീപക് മോഹൻ എന്നിവരുടെ സ്റ്റാൻഡപ്പ് കോമഡിയും മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡിന്റെ സംഗീത നിശയോടെയുമാണ് 2 ദിവസത്തെ ലിറ്റററി ഫോറത്തിന്റെ 1ാം എഡിഷന് തിരശ്ശീല വീണത്. 24 പാലക്കാട്. യെസ്, അപ്പോൾ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഒരു മെസ്സേജ് വായിക്കാം. നിഷാദ് വി എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകനാണ്. ഒരുപാട് തവണ മെസ്സേജുകൾ അയച്ചിട്ട് നമ്മളത് വായിക്കുന്നില്ല എന്നാണ് നിഷാദ് അങ്ങനെ പറയുന്നത്. നിഷാദിൻ്റെ മെസ്സേജുകൾ തുടർച്ചയായി നമ്മൾ വായിക്കാറുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പം നിഷാദിൻ്റെ ഇപ്പോഴത്തെ പരിഭവം, ഇപ്പോൾ മെസ്സേജുകളൊന്നും വായിക്കുന്നില്ല എന്നാണ്. നമുക്ക് അഹങ്കാരം കൂടി എന്ന് പറയുന്നു. ഈ പ്രവണത ശരിയല്ല എന്ന് പറയുന്നു. നിങ്ങൾ നമ്പർ ഉണ്ട്, അതിൻ്റെ അഹങ്കാരമാണോ എന്ന് ചോദിക്കുന്നു. അഹങ്കാരമാണോ നിഷാദെ? അമല ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ എന്ന്. അതുപോലെ അതെ. അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഒരുപാട് പാട്ടുകളൊക്കെ നിർദ്ദേശമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു പാടാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.